നമസ്കാരം. കേരളത്തിൽ ആരധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ചർച്ചകൾ തുടരുകയാണ്. മെയ് 4-നാണ് വോട്ടെണ്ണലെങ്കിലും അന്തിമ വിജയം എന്തായിരിക്കും എന്ന കാര്യത്തിലാണ് മുന്നണികൾ നിഗമനങ്ങളിലേക്ക് എത്തുന്നത്. 80 സീറ്റുകൾ നേടി UDF അധികാരത്തിലെത്തുമെന്നാണ് നിലവിൽ KPCC നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. നേരിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്നാണ് LDFും വിലയിരുത്തുന്നത്. ഇപ്പോൾ CPM-PPയുടെ പ്രതികരണമാണ് ചർച്ചയാവുന്നത്. 75 സീറ്റിൽ അധികം നേടി അധികാരത്തിൽ വരുമെന്നാണ് CPM-PP പറയുന്നത്. UDF നേതൃത്വം പറയുന്നത് പോലെ ഭരണവിരുദ്ധ വികാരമോ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമോ വന്നിട്ടില്ലെന്നും PP വ്യക്തമാക്കുന്നു. ഭരണവിരുദ്ധ വികാരവും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും വന്നിട്ടുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന UDF വിലയിരുത്തലാണ് CPM-PP തള്ളിക്കളയുന്നത്. ചില മണ്ഡലങ്ങളിൽ UDF ചൂണ്ടിക്കാണിക്കുന്നത് പോലെ വോട്ടുകളുടെ ഏകീകരണം വന്നിട്ടുണ്ടാകാം. എന്നാൽ കേരളത്തിൽ അപ്പാടെ ഈ രീതിയിൽ ഏകീകരണം വന്നിട്ടില്ല. അതേസമയം ചില മണ്ഡലങ്ങളിൽ ഈ വോട്ടുകൾ LDFന് അനുകൂലമായും പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് കണക്കാക്കിയിട്ടാണ് 75-ൽ അധികം സീറ്റുകൾ നേടി LDF അധികാരത്തിൽ വരുമെന്ന് CPM-PP വിലയിരുത്തുന്നത്. 2011-ലെ തിരഞ്ഞെടുപ്പ് പോലെ 1-2 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലാകും LDF ഭരണത്തിലെത്തുക. ഈ പ്രതീക്ഷയാണ് PP നിലനിർത്തുന്നത്. കേരളത്തിൽ തുടർ ഭരണം വരുമെന്ന് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കിയിരുന്നു. 100-ലധികം സീറ്റുകൾ നേടി ഭരണത്തിൽ വരുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷമായിരുന്നു ഈ പ്രതികരണം. തുടർന്ന് കണക്കുകൾ അപഗ്രഥിച്ച ശേഷം CPM-ഉം LDFും പിന്നോട്ടു പോകുന്നതാണ് കണ്ടത്. നേരിയ ഭൂരിപക്ഷമാണ് ഇപ്പോഴത്തെ LDF പ്രതീക്ഷ. പല മണ്ഡലങ്ങളിലെയും BJP ഫാക്ടർ കൂടി കണക്കിലെടുത്താണ് CPM-PPയുടെ നിരീക്ഷണം വന്നിരിക്കുന്നത്. ഇതേ ഫാക്ടർ കൂടി കണക്കിലെടുത്താണ് വിജയം 80 സീറ്റുകൾക്ക് അപ്പുറത്തേക്ക് പോകില്ലെന്ന് UDFും കണക്കുകൂട്ടുന്നത്. BJP കൂടി ശക്തമായതോടെ ഏത് തിരഞ്ഞെടുപ്പിലും ഇനി തരംഗമുണ്ടാകില്ലെന്ന വിലയിരുത്തൽ തന്നെയാണ് UDFും നടത്തുന്നത്. പല മണ്ഡലങ്ങളിലെയും വിജയ സാധ്യതകൾ നിർണ്ണയിക്കാൻ കഴിയുന്ന ശക്തിയായി കേരളത്തിൽ BJP മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ മണ്ഡലങ്ങളിൽ BJP ശക്തമായ പോരാട്ടം നടത്തിയാൽ ജയസാധ്യതകൾ മാറി മറയുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് 80 സീറ്റുകൾക്കാകും വിജയമെന്നുള്ള UDFിനുള്ളിലെ വിലയിരുത്തലും. ഇതിനർത്ഥം കേരളത്തിലെ തിരഞ്ഞെടുപ്പ് വിജയം ഫോട്ടോ ഫിനിഷിലേക്ക് പോകുമെന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ BJP പിടിക്കാൻ പോകുന്ന സീറ്റുകളും നിർണായകമാകും. നേമം, മഞ്ചേശ്വരം, തൃശൂർ സീറ്റുകളിലാണ് BJP അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്നത്. BJP ചില സീറ്റുകൾ പിടിച്ചെടുത്താൽ കേരളത്തിൽ തൂക്കുസഭ വരാനുള്ള സാധ്യതകളും ഏറെയാണ്.